ചോദിച്ചോട്ടെ, നിന്നെ കെട്ടിക്കോട്ടെ, ഞാൻ കെട്ടി 3 കുട്ടികളുണ്ടാ. താത്ത ഒരു പട്ട് വേട്ടെ, എനിക്കറിയില്ലടാ. താത്ത മുസ്ലിമാണ്, ഇസ്ലാമിലേക്ക് വന്നതാടാ. സിന്ധു മോഹൻ ഇവളുടെ മോന്ത അടിച്ചു പൊട്ടിക്കണം. തൽക്കാലം തള്ളയുടെ അടിച്ചു പൊട്ടിക്കടി ആ കലിപ്പ് കേട്ടോ. എൻ്റെ മോന്ത അടിച്ചു പൊട്ടിക്കണം. സിന്ധു മോഹൻ, നിന്റെ തന്തയല്ലടി എനിക്ക് ഫുഡ് തരുന്നത്. എൻ്റെ തന്തയുടെ തന്തയല്ലടി ഫുഡ് തരുന്നത്. നിന്റെ തന്തയുടെ ഇവരാരുമല്ലടി ഫുഡ് തരുന്നത്. ഇനി നിന്റെ തള്ളയല്ല ഫുഡ് തരുന്നത്, നിന്റെ തള്ളയുടെ തന്തയല്ല ഫുഡ് തരുന്നത്. പൊടി, അവൾ വന്നേക്കുന്നു. തലക്കാലം ഉമ്മാൻ്റെ പോയി അടിച്ചു പൊട്ടിക്കട്ടെ മോളെ. 2 ദിവസമായി മഴയാ. ഇവിടെ മഴയില്ലടോ. ഞാൻ പോവാടാ, പഴയതുപോലെ സമയമൊന്നുമില്ല. ആയിക്കോട്ടെ സ്കൈയേ, പൈസ കട്ടെന്നാ വെച്ചേരാ. പൈസ നീ തന്നിട്ട് നീ വെച്ചേരണം. പടാ അലി വ്ലോഗ്, ഹായ് മുത്തുമണി, ഹായ്. ചേച്ചി എന്താ ഇങ്ങനെ വീർത്താണ്? എന്താ ചെയ്യാപ്പിച്ചിത്തെ? നല്ല ചൂടാടാ. വെള്ളം കുടിച്ച് വയറ് വീർക്കും. ഇവിടെയും അത് തന്നെയാ അവസ്ഥ. അങ്ങനെ തന്നെയാണല്ലോ എൻ്റെ മനോജേ. താങ്ങ മുടിയിലിടാ ചൂട്, അമ്മാതിരി ചൂട്. നമുക്കൊക്കെ മരിച്ചു പോയാൽ മതി എന്ന് വിചാരിക്കണം, അത്രയും ചൂട്. നമുക്ക് രാത്രി ഉറക്കമില്ല. ഇനിയിപ്പോൾ പകലായാലും എത്ര തവണ രാത്രിയൊക്കെ എണീച്ചിട്ട് എത്ര തവണ ദേഹത്തു കൂടെ വെള്ളം ഒഴിക്കണമെന്നറിയോ? അതുപോലത്തെ ചൂട്. താങ്ക മുടിയിലെ തമ്പിയേ, താങ്ക മുടിയിലെ. ബീവിയാണോ? അതൊരാ കുഴപ്പമുണ്ടാ? അപ്പോഴാണ് മനസ്സിലായത് ശരിക്കും മുസ്ലിം അല്ല എന്നുള്ളത്. ആണോ? ആയിക്കോട്ടെ. സുഖമാണോ? പിന്നെന്താ സുഖം. ഫുഡ് കഴിച്ചോ ചേച്ചി? പണിയാൻ കിട്ടുമോ? തൽക്കാലം തള്ളേ കയറി പണിയടാ ഇപ്പോൾ കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് ഇരിക്കുന്ന സമയം. അപ്പടാ അഭിജിത്ത് ഫുഡ് കഴിച്ചിടൂ. താത്ത എന്താ എപ്പോഴും പർദ്ദ ഇടുന്നത് ലൈവ് എടുക്കുമ്പോൾ? എന്താ കുഴപ്പമുണ്ടോ അനിൽകുമാറേ? പറ, എന്താ ആടിക്കളിക്കുന്നത്? എൻ്റെ കുട്ടിയുണ്ടടാ എൻ്റെ മടിയിൽ. നെയ്മ് എന്താ? ഫാത്തിമ ശ്രീജ. എന്തിനാ ഈ ചൂടത്ത് ഫർദ ഇട്ടത്? മൈ ലൈഫ് മൈ റൂൾസ്. ഇവളുടെ മൂലം പടക്കം വെച്ച് പൊട്ടിക്കണം. അത് നിൻ്റെ തള്ളയുടെ അവിടെ വെച്ച് പൊട്ടിക്കടി. നാട്ടുകാരൊക്കെ നിൻ്റെ തള്ളയുടെ മൂലത്തിൻ്റെ അവിടെയൊക്കെ നാട്ടുകാർ വെച്ചിട്ടാണല്ലോ പൊട്ടിക്കണം. നാട്ടുകാരുടെ ആ കോലുണ്ട് അല്ലേ? സിന്ധു മോഹനെ അവിടെ കൊണ്ടേ പൊട്ടിക്കട്ടെ കേട്ടാ. അലി വ്ലോഗ്, ഹായ്. എങ്ങനെയാണ് മഴയുണ്ടാകുക? ഇങ്ങനത്തെ മരിച്ചുപോയ തന്തമാരൊക്കെ ഇങ്ങനെ പറയാൻ പറ്റുമോ? മരിച്ചാൽ അങ്ങോട്ട് ചെന്നാൽ മതി നിനക്ക്. അസ്യ എടി, എന്നെ ആവശ്യമില്ലാത്ത പറയുമ്പോൾ ഇവരുടെയൊക്കെ 10 തലമുറ, ഈ പറയുന്ന നിൻ്റെയും 10 തലമുറേനെ അടുത്ത് ഞാൻ വലിച്ചിടും. എന്തേ കുഴപ്പമുണ്ടോ? നല്ല കമൻറ്റ് ഇട്ടോ. നല്ല കമൻറ്റ് ഇടാൻ നിന്നെപ്പോലുള്ളവർക്ക് താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. ഞാൻ പറയുന്നുണ്ടോ നിങ്ങളോട് ഇവിടെ വന്നിരി? എനിക്ക് കമൻറ്റ് ഇടുമെന്ന് ഞാൻ പറയുന്നില്ലല്ലോ. സ്നേഹമുള്ള 10 പേര് വന്നാൽ എനിക്ക് ആ 10 പേരുടെ കമൻറ്റ് മതി. മനസ്സിലായില്ലേ? സ്നേഹമുള്ള 2 പേരെ വന്നിട്ട് ചില 2 പേരുടെ കമൻറ്റ് മതി എനിക്ക്. പൊടി, ആരുടെ കെട്ടി എഴുന്നള്ളിച്ച് വരാൻ പറഞ്ഞത്? പൊടി. ചേച്ചീനെ കാണാൻ ഓസ് മലയാളീനെ പോലെയുണ്ട്. ഓസ് മലയാളി ആ ചാനലോ? പടച്ചോനി, അച്ഛനെ എങ്ങനെ വഴിക്ക് പോയോന്നാവും. വാണമടിക്കാൻ കൊതി താഴെ ഫ്രീ ഉണ്ടോ? വാണമടിക്കാൻ കൊതി താഴെ ഫ്രീ ഉണ്ട്. ഇനിയിപ്പോൾ താഴെ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ നിനക്കിപ്പോൾ അവിടെ കൊണ്ട് ഇങ്ങോട്ട് എത്തില്ലല്ലോടാ. നിൻ്റെ അമ്മയുടെ ഫ്രീ ഉണ്ടോ എന്നൊന്ന് നോക്കടാ കേട്ടോ. താത്ത ഈ ബ്ലാക്ക് ഇട്ടാൽ ഒന്നുകൂടി ചൂടല്ലേ? പിന്നെന്താടാ? പക്ഷെ സഹിക്കുക. ഇഷ്ടപ്പെട്ടാൽ പിന്നെ കഷ്ടപ്പാടുണ്ടാവില്ല എന്ന് പറഞ്ഞ്. കറുപ്പത്തായി എനക്ക് പിടിച്ച കളറ്, അത് കണ്ണ് രണ്ടും എന്നെ മയക്കുന്നാനും ചിന്ന വച്ച പൊട്ടും കറുപ്പത്താ. റട്ടച്ചട പിന്നെ രണ്ടും റപ്പൻ കറുപ്പത്താ. പൂക്കടയിൽ തേടിനെ പൂക്കൾ എല്ലാം വെളുപ്പത്താ. നാൾ മുതലാം പൂക്കൾ മേലെ വെറുപ്പത്താ. ഉന്നെ என்ன சுற்றி இருக்கும் നമ്മോட സൂപ്പർ സ്റ്റാർ രജനികാന്ത് കറുപ്പത്താ. ഉലകം കറുപ്പത്താ. എടി സിന്ധു മോഹനെ, നിന്നെ ഞാൻ പറയുന്നതിലും പരമാവധി ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിന്റെ തന്തേനെ തള്ളേനെ നീ നാണമില്ലാത്ത നായിയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി സിന്ധു മോഹൻ കേട്ടോ. എത്രയോ നിന്നെ ഞാൻ പറഞ്ഞു.
എൻ്റെ മൂലത്തിൽ എന്ത് കയറ്റണം, എൻ്റെ മൂർത്താവിൽ എന്ത് കയറ്റണം എന്നൊക്കെ ഞാൻ തീരുമാനിച്ചുകൊണ്ട് നീ എന്തായാലും നിൻ്റെ തള്ളയുടെ കാര്യം നോക്കുക. നീ നിൻ്റെ തള്ളയുടെ കാര്യം നോക്കാത്ത കാരണം കൊണ്ടാണ് നിൻ്റെ തള്ളയുടെ മൂലത്തിലും പോരാടത്തിലൊക്കെ പലരും പലതും കയറ്റണത്. അതൊന്ന് പോയി നോക്കണം മോഹനെ, കേട്ടാ. ആരാ നിന്നെ സ്നേഹിക്കുക? എന്നെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഒരു 2 പേരുണ്ടെങ്കിൽ പ്ലീസ് ഒരു 2 ലൈക്ക്. സ്നേഹിക്കുന്നുണ്ടോയെന്നല്ലേ ചോദിക്കുന്നുള്ളൂ. 10 ലക്ഷം ഉറുപ്പിയൊന്നും ഞാൻ ആരോടും ചോദിച്ചില്ലല്ലോ. പോട്ടെ, ഒരു 10,000 ഉറുപ്പിയൊന്നും ഞാൻ ആരോടും ചോദിച്ചില്ലല്ലോ. സ്നേഹിക്കുന്നുണ്ടോ എന്നല്ലേ ചോദിച്ചുള്ളൂ. പ്ലീസ്, ആരാടാ ഒരുത്തൻ? പറയടാ, ആ സ്നേഹിക്കുന്ന ഒരുത്തൻ ആരാടാ? ആരാടി നിന്നെ സ്നേഹിക്കുക? കണ്ടടി 22-ൽ നിന്ന് 25, 27, 5 പേരുണ്ടടി. മതിയടി, എന്തിനടി കൂടുതൽ? താങ്ക് യു ചക്കരകളെ, പൊന്നോളെ, മൊത്തോളെ, കൽക്കണ്ട കനികളെ. താങ്ക് യു ചക്കര ഉമ്മ. റിനു 9. അടാ 8:30 കഴിയുകയും ചെയ്തു, 9ലേക്ക് എത്തൂല എന്ന് പറഞ്ഞ പോലെ ഏട്ടാ. എന്തുവാടാ ചെയ്യാ? അതുകൊണ്ട് ഇങ്ങോട്ടല്ല തായടാ. ഇപ്പടാ നീ ഏതായിന്? ആദ്യം നീ ഏതാ പറയടാ, കേട്ടാ. റഹ്മത്തുള്ള പണിക്കറ്റുമല്ലോ. എന്തുവാടാ അബ്ദുൽ ബഷീറെ? മനസ്സിലായില്ലടാ. വൃത്തികെട്ട പാട്ട്. ഇപ്പോഴത് പേരാസൈപ്പോഴത് ആസൈ തീരും കാലം എപ്പോഴത് കണ്ണാനുണ്ടാലിപ്പോഴത് കായങ്ങൾ ഇപ്പോഴത്. ഞാൻ ആയിഷ. ആയിക്കോട്ടെ, വൃത്തികെട്ട പാട്ട് നിർത്തുമോ പ്ലീസ്? അപ്പോൾ ഒരു പാട്ട് കൂടി പാടല്ലോ. അപ്പോൾ ഇത് പാടാം. വേഗം. എന്നെ കുങ്കുമത്തം കാണിച്ചവളേ, എന്നെ ഗോളിക്കയിൽ എന്നെ കൊഞ്ചം കൂസ് തായേ. ഇനി അത് പാടും. എന്നെ സുറ്റി ബന്ദി ഹൈ സുത്തു വിരലാൽ സുത്തി ഹൈ അയ്യോ നാണം സെത്ത് പോകാം അത്തനെ പൊണ്ണുകൾ വന്തിയ ഇടുപ്പിൽ സുരക പാത്തി ഹൈ അടപ്പൊമ്പല മനസ്സ്